പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തി പിടിയിലായ ബ്ലോഗർ ഹരിയാന സ്വദേശിനി ജ്യോതി മൽഹോത്ര പിടിയിലായതിന് പിന്നാലെ അവർ സന്ദർശിച്ച സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കേരളവും ഉണ്ടായിരുന്നുള്ള വാർത്തകൾ അന്ന് തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അതിന് കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുന്നു. ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് കേരള സർക്കാരിന്റെ ചെലവിലാണ്. അവർ ഉണ്ടതും ഉറങ്ങിയതും കറങ്ങിയതുമെല്ലാം സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ചെലവിലാണെന്ന് കാണിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. അവർ കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ തുടങ്ങിയ ഇടങ്ങൾ സന്ദർശിച്ചിരുന്നു. ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് രാജ്യത്തെമ്പാടുമുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ ഒരു പട്ടിക തയ്യാറാക്കിയിരുന്നു. വിവരാവകാശ രേഖ പ്രകാരം ആ പട്ടികയിൽ ജ്യോതി മൽഹോത്രയുണ്ട്. ഈ ജ്യോതി മൽഹോത്ര പ്രധാനമായും സന്ദർശിച്ച സ്ഥലങ്ങൾ കൊച്ചിയിലെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഒപ്പം തന്നെ മട്ടാഞ്ചേരിയിലെ ആരാധനാലയങ്ങളും അവർ പകർത്തിയിരുന്നു. നമുക്കറിയാം മട്ടാഞ്ചേരി വളരെ പ്രാധാന്യം അർഹിക്കുന്നത് അവിടുത്തെ ജൂതപ്പള്ളി കൊണ്ടാണ്. ഈ ജൂതപ്പള്ളിക്ക് വലിയ രീതിയിലുള്ള സംരക്ഷണമൊക്കെയാണ് രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ പള്ളി അടക്കം അവർ പകർത്തിയിരുന്നു. 2024 ജനുവരി മുതൽ 2025 മെയ് വരെ മൂന്നാർ അടക്കം പോയിരുന്നു. ആലപ്പുഴ ബോട്ടിങ്ങും മറ്റുമൊക്കെ അവർ നടത്തിയത്. പക്ഷേ ഈ കൊച്ചിയിലെ നിർണായകമായ പ്രദേശങ്ങൾ ഇല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ മറ്റുമൊക്കെ അവർ വീഡിയോയിൽ പകർത്തുകയും പിന്നീട് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഇത് കേരളത്തിലെ സന്ദർശനം അവർ പോസ്റ്റ് ചെയ്യുകയും മറ്റും ചെയ്തിരുന്നു. ഏതായാലും ഇവർ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ രാജ്യത്തെമ്പാടും 41 പേരാണ് പിടിയിലായിരിക്കുന്നത്. കേന്ദ്ര അന്വേഷണ ഏജൻസി അന്നു മുതൽ തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. കേരളത്തിൽ അനവധി വട്ടം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വന്നുപോയിരുന്നു. കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. ഏതായാലും ഇവർ പിടിയിലായതിനു ശേഷമാണ് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നത്. എങ്ങനെ ഇവർ ഈ ലിസ്റ്റിൽ കടന്നുകൂടി, അതല്ല മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് വഴങ്ങി ഇവരുടെ പേര് കൂടി ചേർക്കുകയായിരുന്നു, എത്ര രൂപയാണ് ഈ ഇൻഫ്ലുവൻസർമാർക്ക് നൽകിയത് തുടങ്ങിയതൊക്കെ വരും ദിവസങ്ങളിലോ വരും മണിക്കൂറിലോ ഒക്കെ പുറത്തു വരേണ്ടതായിട്ടുള്ള വിവരങ്ങളുമാണ്. ന്യൂസ് ഡെസ്ക് മലയാളം.